അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു BM ആണ്. ഇതിൽ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ചെയ്തെടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്കിത് ഡീക്രോം ചെയ്തെടുക്കാണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൂഫ് ബ്ലൂ ആണ് വരുന്നത്, ഫുള്ളായിട്ട് ബ്ലാക്ക് ആക്കി എടുക്കാണ്ട്. നല്ല ഗ്ലോസി ബ്ലാക്കിൽ റാപ്പിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബേക്കിലോട്ട് നോക്കുമ്പോൾ ഒരു സ്പോയിലർ ചെയ്യാണ്ട് ഫുള്ളായിട്ട് നമുക്കിത് ഡീക്രോം ചെയ്തെടുക്കാണ്ട്. പിന്നെ ഈ പോർഷന് മൊത്തം നമ്മളിതാ ബ്ലാക്ക് ആക്കുന്നുണ്ട്. ക്രോം പാർട്സ് ആണ് മൊത്തം ബ്ലാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ റൂഫിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് പിന്നെ അതുപോലെ തന്നെ കൂളിംഗ് ഒട്ടിക്കാണ്ട് കേട്ടോ. അപ്പോൾ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പക്ക ഗ്ലോസിയിൽ വരുന്ന നല്ല പെയിൻറ്റിങ് ഫിനിഷ് വരുന്ന റാപ്പാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള ഒരു ഡിക്കി ടൈപ്പ് സ്പോയിലറും വരുന്നത്. ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ബാറ്റ്മാൻ്റെ മിറർ ക്യാപ്പും കൂടി ആഡ് ചെയ്തെടുക്കാണ്ട്. ഇതാണ് ആ ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്, നല്ല കാർബൺ ഫിനിഷിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ നമ്മളെ BMൻ്റെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം. ആദ്യം നോക്കുമ്പോൾ നമ്മളിത് റൂഫ് ഫുള്ളായിട്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ റാപ്പാണ് ചെയ്തിട്ടുള്ളത്. നല്ല പെയിൻറ്റിങ് ഫിനിഷിൽ നല്ല ഗ്ലോസി ബ്ലാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഡ്ജും കാര്യങ്ങളൊക്കെ പക്ക ഓക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാറ്റ്മാൻ മിറർ ക്യാപ്പ് നല്ല ഗ്ലോസിയിൽ വരുന്ന കാർബൺ ഫിനിഷിങ്ങിൽ വരുന്നൊരു ബാറ്റ്മാൻ മിറർ ക്യാപ്പാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഡീക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡ് പോസ്റ്റ് മാറ്റ് ബ്ലാക്ക് ആയിരുന്നു, അപ്പോൾ അതും നമ്മൾ ഗ്ലോസി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 50% കൂളിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും 50% ആണ്. ഡ്രൈവിംഗ് സൈഡ് നമ്മൾ 30% ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ ഡിക്കി സ്പോയിലർ. വണ്ടിയുടെ ലുക്ക് തന്നെ റിയർ മാറിയിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്കായിട്ടുണ്ട്. ബാറ്റ്മാൻ കട്ട് വരുന്ന ഒരു സ്പോയിലറാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.